സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയെ കൊടുക്കാനൊരു ചോദ്യവുമായിട്ട് വരികയാണ് ഫരിസേയർ. ഈശോയോട് ചോദിക്കുകയാണ്, ഒരുവന് തൻ്റെ ഭാര്യയെ നിയമപ്രകാരം ഉപേക്ഷിക്കാനാവുമോ? കൊടുക്കാനുള്ള ചോദ്യമാണ്. എന്നിട്ടൊരു കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ പറഞ്ഞു, മോശ ഞങ്ങൾക്കിത് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഈശോ മറുപടി പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം മൂലമാണ് മോശ നിങ്ങൾക്കത് എഴുതി തന്നത്, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവത്തിൽ നിന്നുള്ള ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് തന്നെയാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ ചിലർ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകാറുണ്ട്. നിങ്ങൾ വിശുദ്ധ പൗലോസ്ലീഹായുടെ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം വായിച്ച് ധ്യാനിക്കണം. അതിൽ പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. എങ്കിലും 16-ാമത്തെ വചനം പറയുന്നത്, സ്ത്രീയെ നിനക്ക് പുരുഷനെ രക്ഷിക്കാനാവുമോ ഇല്ലയോ എന്നെങ്ങനെ അറിയാം? പുരുഷ സ്ത്രീയെ രക്ഷിക്കാനാവുമോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം എന്ന ചോദ്യമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൃപ നമ്മിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏവരെയും രക്ഷിച്ചെടുക്കാൻ സാധിക്കും. നമുക്ക് ആവശ്യം ദൈവകൃപയാണ്, ആ കൃപ നമ്മിൽ വസിക്കാൻ. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, ഉന്നതത്തിൽ നിന്ന് കൃപ ലഭിച്ചവർക്കല്ലാതെ ഈ ഉപദേശം സ്വീകരിക്കാനാവില്ലെന്ന്. അങ്ങനെ കൃപ ലഭിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.